പിസിഒഡിയെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ എന്നോട് ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുകയുണ്ടായി. സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞു, ഡോക്ടറെ, വ്യായാമം ചെയ്യാനും കുഴപ്പമില്ല, ഭക്ഷണം നിയന്ത്രിക്കാനും കുഴപ്പമില്ല, സമയത്ത് ഉറങ്ങാനും ഒന്നും എനിക്ക് പ്രശ്നമില്ല, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഫോളോ ചെയ്തോളാം. പക്ഷെ കൂടെയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവാതെ അവർ ഓരോന്ന് വിളിച്ചു പറയുന്നത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു പെൺകുട്ടി പറയുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പിസിഒഡിയെ കുറിച്ച് പ്രചരിക്കുന്ന അല്ലെങ്കിൽ ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിലൊന്നാമത്തേത്, പിസിഒഡി ഉള്ളവർക്ക് ഒരിക്കലും കൺസീവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അമ്മയാവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. പിസിഒഡി ഉള്ളവർക്ക് ഒരുപക്ഷെ മെഡിക്കേഷൻ കൂടാതെ, മരുന്ന് പോലും ഇല്ലാതെ സിമ്പിളായിട്ട് കൺസീവ് ചെയ്യാൻ കഴിയാറുണ്ട്. ചില ആളുകളിൽ അണ്ടത്തിന്റെ ഉൽപാദനത്തിലും അത് റപ്ചർ ആവുന്നതിലും ഒക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വിചാരിച്ച പോലെ എളുപ്പത്തിൽ കൺസീവ് ആവാൻ കഴിയാറില്ല. പക്ഷെ അതിലൊരു പരിധി വരെ നമുക്ക് മെഡിക്കേഷനിലൂടെ അമ്മയാവാൻ കഴിയും എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, പിസിഒഡി ഉള്ളവർക്ക് ഒരിക്കലും വണ്ണം കുറക്കാൻ കഴിയില്ല എന്ന് ചിലർ പറയാറുണ്ട്. ഒരു കാര്യം ശരിയാണ്, സാധാരണ ഓവർ വെയിറ്റ് ഉള്ള ഒരാൾ വണ്ണം കുറക്കുന്ന അത്ര സ്പീഡിൽ പിസിഒഡിക്കാർക്ക് വണ്ണം കുറക്കാൻ കഴിയാറില്ല. സ്പീഡ് കുറച്ച് കുറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകളും നമ്മൾ പാലിക്കുന്ന ഭക്ഷണ രീതികളും ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, ഉറപ്പായും പിസിഒഡിക്കാർക്കും വണ്ണം കുറക്കാൻ സാധിക്കും. മൂന്നാമത്തേത്, മരുന്ന് മാത്രമേ പിസിഒഡിക്ക് ഒരു പരിഹാര മാർഗമുള്ളൂ, ഇങ്ങനെ വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. മരുന്നിനേക്കാൾ ഉപരി ജീവിത ശൈലി ക്രമീകരിക്കുക, എന്നിട്ടും റിവേഴ്സ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ മരുന്നിനെ കൂടി ഒരു സഹായിയായി കൂട്ടുക എന്നല്ലാതെ മരുന്നിനെ മാത്രം ആശ്രയിച്ച് പിസിഒഡി റിവേഴ്സ് ചെയ്യാൻ ആരും ശ്രമിക്കരുത്. അതുപോലെ നാലാമത്തേത്, പിസിഒഡി ഒരു മാനസിക പ്രശ്നമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ ഈ മനസ്സും ഈ ഒരു നല്ല സ്വഭാവം ഒക്കെ നിലനിർത്തുന്നത് നമ്മളുടെ തലച്ചോറും നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന കുറെ ഹോർമോണുകളും ഒക്കെയാണ്. പിസിഒഡിക്കാരിലൊക്കെ ഈ ഹോർമോണിന്റെ വലിയ വേരിയേഷൻസ് വരുന്നത് കൊണ്ട് തന്നെ അവർ പോലും അറിയാതെ ഭയങ്കര മൂഡ് സ്വിങ്സും ദേഷ്യവും സങ്കടവും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു മാനസിക രോഗമായി കണക്കാക്കാതെ ഈ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളിന് അയാളുടെ ശരീരത്തിലുള്ള ഹോർമോണിന്റെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് താൽക്കാലികമായിട്ടുള്ള ഈ മൂഡ് സ്വിങ്സ് ഉള്ളത് എന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുക, ചേർത്ത് പിടിക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കുറേ തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ച് അതിന് വെള്ളം ഒഴിച്ച് നട്ട് വളർത്തി വലുതാക്കാതെ നമ്മളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ അല്ലേ എന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് അറിയാനായിട്ട് ശ്രമിക്കുക.